ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, വയലറ്റ് ജമന്തിയുടെ തണ്ടാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ സൺഡേ പൂക്കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ്. പരീക്ഷണാർത്ഥം വെള്ളത്തിലിട്ട് വെച്ചേക്ക് എടുത്തിട്ട്, പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് വേര് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് നമുക്ക് മണ്ണിലേക്ക് ഡയറക്റ്റ് നടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെയായിട്ട് വേര് വരാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണു. നമുക്ക് നോക്കാം. ഇതവിടെ പാലും കുടിച്ച് ഉറക്കമായി പോയിട്ടോ. ഇപ്പോൾ ഉറങ്ങിപ്പോയുള്ളൂ. ആൾ നല്ല ഉറക്കമാണ്. ആൾ എണീറ്റിരിക്കണമെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പീലിമോളുടെ മിനി വേർഷൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആളും പുറത്തേക്ക് ഇറങ്ങി എന്നാലും നമ്മൾ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അകത്ത് കയറും. എത്ര പറഞ്ഞാലും ബെഡിൽ കിടക്കില്ല കേട്ടോ. ഈ നിലത്തിറങ്ങി ഇങ്ങനെ ഈ കിടപ്പാണ്. തണുപ്പ് കിട്ടാനാണ് തോന്നുന്നത്. 3 തണ്ടാണ് ഞാൻ എടുത്തേക്കണം നടാനായിട്ട്. നമുക്കിത് ഇതിൻ്റെ തണ്ട് കറ്റാർ വാഴയിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് നടാം കേട്ടോ. കറ്റാർ വാഴയിൽ കുത്തി വെച്ചിട്ട് നടുമ്പോൾ പെട്ടെന്ന് പിടിക്കുന്നു, യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. കറ്റാർ വാഴ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് മണ്ണിൽ കുത്തി വെക്കാം. മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ട്. പിടിക്കുമോ ഇല്ല എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കേട്ടോ. കേസ് നമ്മുടെ വീടിൻ്റെ ഇവിടെ ആയിട്ടൊരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ അറിയണത് അതിൽ മീനുണ്ടെന്ന്. ഇവിടെ കുറേ കുട്ടികൾ മീൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് മീനൊക്കെ കിട്ടി. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, മാവുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കത് പുളി തിന്നാം. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് അമ്മ ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് പുളി നോക്കാം. ഒരെണ്ണം കിളി എന്തോ കടിച്ചു വെച്ചേക്കണേന് നമുക്കത് തിന്നാൻ പറ്റില്ല. അടുത്തത് നോക്കാം. അടുത്തത് പുറമേന്ന് കുഴപ്പമില്ല. ഇനി എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നോക്കട്ടെ കേട്ടോ. ഗൈസ്, വണ്ണമാണെങ്കിൽ ഇങ്ങനെ കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല ഗൈസ്. ഞാൻ ചത്ത് കടന്ന് ഡയറ്റ് ചെയ്തിട്ടും കുറയുന്നില്ല. PCODയുടെ ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രദറിനെ കൊണ്ടായിട്ട് എടുപ്പിക്കുന്നത്. ഗൈസ്, നമ്മൾ മാങ്ങയൊക്കെ തിന്നു. 2 മാങ്ങയിൽ 1 മാങ്ങയെ നമുക്ക് കിട്ടിയുള്ളൂ. കിളി കുത്തിക്കൊണ്ടുപോയാലോ. അപ്പം നമ്മൾ മാങ്ങയൊക്കെ തിന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ. കുഞ്ഞാറ്റ ഞാനും കൂടി ഫ്രണ്ടിലിരിക്കണേന് കാണിച്ചു തരാം അവളെ. 2 പേരും ഒരുമിച്ചുള്ളപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറക്കാറില്ല. 2 കൂടി മണിക്കളിയാകുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാറില്ല. അവൾ ഉറങ്ങിയപ്പോൾ നൈസായിട്ട് ഇവൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അതിൻ്റെ സന്തോഷമൊക്കെ ആൾക്കുണ്ട്. എന്നാലും ചേച്ചി ഇല്ലാത്തതിൻ്റെ ചേച്ചി ഉറങ്ങണതിൻ്റെ ഇതുണ്ട്. കളിക്കാനായിട്ട് ആൾക്കൊറ്റ കളിക്കാനൊരു മടിയൊക്കെ ഉണ്ട്. ഗൈസ്, ഞാൻ എങ്ങനെയുണ്ട് സുന്ദരിയായിട്ടില്ലേ? ഞാൻ നമ്മുടെ കമ്മൽ മാറ്റിയിട്ടോ. കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ്. 3 കമ്മൽ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഈ റെയിൻ ഡ്രോപ്സ് ഉണ്ടായിരുന്നു. ഒരു സ്ക്വയറിൻ്റെ ഇതുണ്ടായിരുന്നു. ഞാൻ ബട്ടർഫ്ലൈയുടെ ഇട്ടുകൊണ്ടെന്ന് വെച്ചു. ഇന്നത് മാറ്റി. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല ഭംഗിയില്ലേ? ആൾക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. ഇനി നമുക്ക് അമ്പലത്തിൽ ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നട തുറക്കുമ്പോൾ നമുക്ക് പോകാം. ഒരു 6 മണി 6:30 ആകുമ്പോൾ നട തുറക്കും. അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉണ്ടല്ലേ, വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അമ്പലം കാണാവുന്നതാണ്. ചെറിയൊരു അമ്പലം കേട്ടോ. പക്ഷേ ഇവിടെ ഉത്സവമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ആഘോഷമായിട്ടാണ്. സദ്യയൊക്കെ ഉണ്ടാവും. നല്ല തിരക്കുമായിരിക്കും കേട്ടോ. ഇവിടെ ചെറിയ അമ്പലമാണെങ്കിൽ നല്ല തിരക്കാണ്. പീലിമോള് എണീക്കണമെങ്കിൽ നമ്മുടെ പോക്ക് നടക്കില്ല. അമ്പലത്തിലേക്കുള്ള പോക്ക് നടക്കില്ല. ഇവിടെ മാത്രമാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാം. 2 പേരെയും കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്മ ഉണ്ടെങ്കിൽ അമ്മ 2 പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാം. അമ്മ ജോലിക്ക് പോയിക്കൊണ്ട് പറ്റില്ല. രാവിലെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അമ്പലത്തിൽ. ഞാൻ എണീക്കില്ല. രാവിലെ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അതുകൊണ്ട് ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ട് എണീക്കും. അതൊരു റോങ് ഹാബിറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അത് മാറ്റാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. വെറുതെ ചൊറിയും കുത്തിയിരിക്കണേന്. പണിയൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി
എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീമോളും കുഞ്ഞാറ്റയും കൂടി കുറേ ടോയ്സൊക്കെ എടുത്ത് ഹാളിലും റൂമിലൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. അതെടുത്ത് വെക്കണം. കുറച്ച് പാത്രം തേക്കാനുണ്ട്. ഒന്ന് അടിച്ചു വാരണം. അത്രയൊക്കെ ഉള്ളൂ. നിസ്സാര പണിയാണ്. ബാക്കി പണിയൊക്കെ രാവിലെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അത്രയ്ക്ക് മോശമാണ് എൻ്റെ വീഡിയോ. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യണില്ല. ഇത്ര 100 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കുറേ ചലഞ്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ആവേശം ഉണ്ടാവില്ല. നിർത്തി പോകാനൊക്കെ തോന്നും. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് മര്യാദക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഇളയ മോളാട്ടോ, ആരാധ്യ എന്നാണ് പേര്. വീട്ടിൽ വിളിക്കണ കുഞ്ഞാറ്റ എന്നാണ്. ഇവക്കാണെങ്കിൽ ഭയങ്കര വാശിയാട്ടോ. ഡ്രസ്സൊക്കെ ഇടുന്ന കാര്യത്തിലാണെങ്കിൽ അവൾ പറയുന്ന അതേ ഡ്രസ്സൊക്കെ ഇടണം. നെറ്റിൻ്റെ ഡ്രസ്സൊക്കെ വീട്ടിൽ നല്ല ഡ്രസ്സൊക്കെ ആണല്ലോ വീട്ടിലിടുള്ളൂ. നെറ്റിൻ്റെ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ വാശി എടുക്കട്ടെ. ഈ ചൂടത്ത് അതുകൊണ്ടാണ് അവൾ ഈ ഡ്രസ്സ് ഇട്ടേക്കണത്. ഞങ്ങൾ ഇടിപ്പിച്ചല്ല, അവൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൾ തന്നെ ഇടണതാട്ടോ അതൊക്കെ. പിന്നെ പീലിമോൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല. മേത്ത് കുത്തിക്കൊള്ളുന്ന ഡ്രസ്സ് ആവാണ്ടിരുന്നാൽ മതി. അല്ലാതെ ഏത് ഡ്രസ്സ് ഇട്ട് കൊടുത്താലും അവൾക്ക് ഓക്കെയാണ്. കൂട്ടത്തിൽ കുറുമ്പി ഇവളാട്ടോ. ഹായ് പറഞ്ഞേ. ഒരു അടുത്ത ഫ്ലൈങ് കിസ് എടുത്തേ. ഫ്ലൈങ് കിസ് എടുത്തേ. പൊട്ടിക്ക് പൊട്ടിക്ക് പ്രേക്ഷകർക്ക് ഒരു ഉമ്മടുത്തെ ഫ്ലൈങ് കിസ്. പൊട്ടിക്ക് ഹായ് പറഞ്ഞില്ല, അതുപോലെ ഫ്ലൈങ് കിസ് കൊടുക്ക് കുട്ടിക്ക്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യില്ല. കുഞ്ഞാറ്റ പറഞ്ഞാലും അവർ കേൾക്കുള്ളൂ. അവൾക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഹായൊക്കെ പറയും. കാരണം അമ്മയുടെ ചാനലിൽ അമ്മ സ്ഥിരം പറയിപ്പിക്കണോണ്ട് അങ്ങനെ പറയും. ഗൈസ്, ഇവിടെ എനിക്ക് 2 കുരുക്കൾ വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ചൂടിൻ്റെ അല്ല, ഇത് നോക്കി ആകെ പോലെ വരുന്നുണ്ട്. ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിക്കണത്. ഇതിനെന്തെങ്കിലും റെമഡിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തന്നെ. മുഖം മൊത്തം ആകെ വൃത്തികേടായിട്ടുണ്ട്. കണ്ടില്ലേ? മറ്റേ ഇതുണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും റെമഡി കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ. ചുമ്മാ വായി നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതേ പുറത്തതായി ഇവൻ കിടക്കണ കണ്ടു. ഇവിടെ അപ്പുറത്തെ വീട്ടിൽ വളർത്തുന്ന പൂച്ച കേട്ടോ. എപ്പോഴെപ്പോഴും ഇതിൽ റോട്ടിൽ കൂടിയൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ അവനെന്തോ സുഖമില്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ക്യാമറയൊക്കെ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ എൻ്റെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എൻ്റെ ഭംഗി വേറെ ആരും ആസ്വദിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഭംഗി ആസ്വദിച്ച് എന്നെ തന്നെ ഞാൻ പുകഴ്ത്തും. അതാണ് പതിവ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പൂക്കിയാവാറുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇതിൻ്റെ അവിടെ ഭയങ്കര പെയിനുണ്ട് കേട്ടോ. സന്ധിവാതം വല്ലതാണെന്ന് അറിയാൻ പാടില്ല. 32 വയസ്സായില്ലേ, അതിൻ്റെയൊക്കെ ഇനി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് എൻ്റെ ബ്രദർ. അമ്പലത്തിൽ നട വന്നിട്ടില്ല, ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക കേട്ടോ. അമ്പലത്തിൽ പോയി വന്നിട്ടാണ് എനിക്ക് ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നട തുറന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഗൈസ്, നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ മുമ്പിൽ വരാന്തയിൽ വന്നിരിക്കുന്നുണ്ട്. നട അങ്ങനെ ഉടനെ പോകാൻ വേണ്ടി. ഗേറ്റ് എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ നട തുറന്നിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് തിരിച്ചു വരണം. കാരണം പീലിമോനെ എണീറ്റിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ എന്നെ കിടന്ന് കരയും. അപ്പോൾ നമുക്ക് വേഗം തൊഴുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. നാഗക്കാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര്. നമ്മൾ അമ്പലത്തിൽ പോയി വന്നു ഗൈസ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പടിക്കാതെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. ഇനി നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.